ഇപ്പോൾ ഡോക്ടർ നിസാമുദ്ദീൻ കയ്യം. ഡോക്ടർ, താങ്കൾക്ക് കോളേജിൽ വെച്ച് താങ്കൾ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് തന്നെ മർദ്ദനമേറ്റിരുന്നു, അല്ലെങ്കിൽ അസഭ്യവർഷം നേരിടേണ്ടി വന്ന ഒരു അധ്യാപകനെന്നാണ് നമുക്ക് വാർത്തകളിൽ നിന്നൊക്കെ അറിയാൻ സാധിക്കുന്നത്. അത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും താങ്കളുടെ വിദ്യാർത്ഥിയിൽ നിന്ന് തന്നെ താങ്കൾക്ക് ഇത്തരം ഒരു ദുരനുഭവം ഉണ്ടാകാനുള്ള കാരണം? ഡോക്ടർ നിസാമുദ്ദീൻ. സാറ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മഹാരാജാസ് കോളേജിൻ്റെ ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. അതോടൊപ്പം അവിടുത്തെ 2 വർഷമായിട്ട് അവിടുത്തെ സ്റ്റുഡൻസ് യൂണിയൻ്റെ ചാർജുള്ള സ്റ്റാഫ് അഡ്വൈസർ പദവിയും വഹിക്കുന്ന ആളാണ്. അവിടുത്തെ യൂണിയൻ ഏകദേശം കഴിഞ്ഞ വർഷം 121ഓളം പ്രവർത്തനങ്ങൾ നടത്തി റെക്കോർഡിട്ട, കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തി റെക്കോർഡിട്ട ഒരു യൂണിയനാണ്. ആ യൂണിയൻ്റെ മാഗസിനാണ് ഏറ്റവും നല്ല അവാർഡ് കിട്ടിയ 2 അവാർഡുകൾ നേടുകയുണ്ടായി, ഒരു യൂണിവേഴ്സിറ്റി അവാർഡ് നേടുകയുണ്ടായി. അങ്ങനെയൊക്കെയുള്ള ഒരു യൂണിയൻ അഡ്വൈസറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെതായ രീതിയിൽ കുട്ടികൾക്ക്, ഞാനൊരു കലാരംഗത്തും കായിക രംഗത്തും ഒരുപോലെ ഇടപെടുന്ന വ്യക്തിത്വം എന്ന നിലക്കാണ് മഹാരാജാസിലേക്ക് റിക്വസ്റ്റ് കൊടുത്തു വന്നത്. ഈ 15-ാം തീയതി അവിടെ നടന്ന ഡിബേറ്റ് മത്സരത്തിൽ 14-ാം തീയതി ട്രെയിനിൽ യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റഡി ടൂറിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ ആലുവയിൽ ട്രെയിനിൽ കയറി ആക്രമിച്ചതിൻ്റെ പേരിൽ കൃത്യമായ തെളിവുകളോടുകൂടി RPFന് തെളിവ് കൊടുത്തു. അതിലെ ഒരു പ്രതിയാണ് ബിലാൽ എന്ന് പറയുന്ന എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ എൻ്റെ വിദ്യാർത്ഥി. എന്നോട് നല്ല റെസ്പെക്റ്റ് കാണിക്കുന്ന വിദ്യാർത്ഥിയാണ്. അവൻ പിറ്റേ ദിവസം ഡിബേറ്റ് ഏഷ്യാനെറ്റിൻ്റെ ഡിബേറ്റിന് വരികയും അവിടെ അവൻ ക്ഷണിക്കപ്പെടാത്ത അവൻ കയറി വന്ന് മൈക്കെടുത്ത് ഞാനാണ് ട്രെയിനിൽ കയറി അടിച്ചത്, എന്താ പ്രശ്നം എന്ന രീതിയിൽ ഏഷ്യാനെറ്റ് അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ബാബു സാറിന് അറിയാം, ഏഷ്യാനെറ്റിൻ്റെ പ്രൊഡ്യൂസർക്ക്. അങ്ങനെ കുട്ടികളെ പ്രൊവോക്കാകുകയും അവനെ ചോദ്യം ചെയ്യുകയും അവൻ പ്രാണരക്ഷാർത്ഥം എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഓടി വന്ന് അവിടെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞു വന്നപ്പോൾ ഞങ്ങൾ അവനെ രക്ഷപ്പെടുത്തി. പ്രത്യേകിച്ചും എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ നൗഷാദ് സാറും ഞാനും അവനെ ഫിസിക്കലായിട്ട് ശരിക്കും അവനെ പിടിച്ചു വെച്ചു. പക്ഷേ എന്നിട്ടും അവന് അവിടെ നിന്ന് പുറത്തേക്ക് പോകാനോ അതല്ലെങ്കിൽ അവനെ പുറത്തേക്ക് വിടാനോ ഞങ്ങൾ തയ്യാറായില്ല. അവിടെ വന്ന അവൻ്റെ കൂട്ടുകാരും അവൻ്റെ ആളുകളും എല്ലാവരും അതിനകത്തേക്ക് കയറി അവനെ പുറത്തേക്ക് തള്ളിക്കൊണ്ടുപോയി. അവർ തമ്മിൽ പരസ്പരം അടി നടന്നു. അവൻ അങ്ങോട്ടും പേന കൊണ്ട് കുത്തുകയും മറ്റൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അവരും അടിച്ചു പരസ്പരം. കുട്ടികൾ ആരാണെന്ന് നമുക്കറിയില്ല, നമുക്ക് അറിയുന്ന കുട്ടികളൊന്നും ആയിരുന്നില്ല വന്നത്. അറിയുന്ന കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കുമായിരുന്നു. പക്ഷെ അറിയുന്ന ചില കുട്ടികൾ അവരുടെ പിറകിൽ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇവരെ ഒന്ന് മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ സാറ് ഞങ്ങൾ അകത്ത് കയറൂല. അതിനിടയിൽ ഒരു കുട്ടി കയറി, അപ്പോൾ എല്ലാവരും കയറി വന്നു. അങ്ങനെ ഇവനെ ആക്രമിച്ചു. പിറ്റേ ദിവസം, ഇത് 15-ാം തീയതി വൈകിട്ടാണ്, അവന് സസ്പെൻഷൻ കിട്ടിയിട്ടുണ്ട്. സസ്പെൻഷൻ കിട്ടിയ അവൻ നിൽക്കരുത് എന്ന് ഡോക്ടർ VS ജോയ് സാർ എന്ന സ്പെഷ്യൽ ഗ്രേഡ് പ്രിൻസിപ്പൾ എന്നോട് പറയാൻ പറഞ്ഞു. ഞാൻ അവനോട് പറഞ്ഞു നീ പോകണം, ഇവിടെ ഒരു സംഘർഷ സാധ്യത ഉണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ അതാണ് എൻ്റെ അഡ്വൈസർ എന്ന് പറഞ്ഞാൽ ഞാൻ അവൻ അഡ്വൈസ് പറഞ്ഞു പോകാം സാർ. ഞാൻ കരുതി പോയിരുന്നെങ്കിൽ ഈ പ്രശ്നം അവിടെ ഉണ്ടാകുമായിരുന്നില്ല. കുട്ടികൾ ഒന്ന് ഇടപെട്ടുകൊള്ളട്ടെ. ഈ പുറത്താക്കപ്പെട്ട വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അവർ ആരൊക്കെയായിരുന്നു, ഏത് സംഘടനയിൽപ്പെട്ടവരായിരുന്നു, എന്തുകൊണ്ടാണ് താങ്കളിലേക്ക് വീണ്ടും താങ്കളുടെ വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ ഒരു അസഭ്യവർഷം ചൊരിയുന്ന രീതിയിലേക്കൊക്കെ വരാൻ കാരണം? ഒരു ഘട്ടത്തിൽ താങ്കൾ പറയുകയുണ്ടായി ഒരു ഇന്റേണൽ മാർക്കുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ മാത്രമെന്ന്. പക്ഷേ അത്രമാത്രം നിസ്സാരവൽക്കരിക്കപ്പെടാൻ സാധിക്കുന്ന വിഷയങ്ങൾ മാത്രമാണോ മഹാരാജാസ് കോളേജിൽ ഇപ്പോൾ താങ്കളുടെ മുൻപിൽ കാണുന്നത്? എന്നെ ആക്രമിച്ചത് ഇന്റേണൽ മാർക്കിന്റെ ഒരു കാരണം അതിനകത്ത് ഓൻ പറഞ്ഞു എന്നുള്ളൂ. അതിനകത്തൊരു കാരണം പറഞ്ഞു. രണ്ടാമത്തെ കാരണം പറഞ്ഞത് അവന് നീ ഫ്രറ്റേണിറ്റിക്കാർക്ക് ഞങ്ങളുടെ ഫ്രണ്ട്സിന് നീ സസ്പെൻഷൻ വാങ്ങി കൊടുക്കൂടാ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു അധ്യാപകൻ എന്ന നിലക്ക് പറയാൻ പറ്റാത്ത, സ്വകാര്യമായിട്ട് പോലും പറയാൻ പറ്റാത്ത ചില വാക്കുകളാണ് അവൻ ഉപയോഗിച്ചത്. എന്നിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ 2 അധ്യാപകരുണ്ട്, എൻ്റെ കൂടെ സെൽമ ടീച്ചറും സലാഹുദ്ദീൻ സാറും, അവരോടും സംസാരിക്കുന്നുണ്ട്. എൻ്റെ കൂടെ വന്നത് എന്നെ ആക്രമിക്കാൻ വന്ന റാഷിദ് എന്ന് പറയുന്ന പയ്യൻ എൻ്റെ സ്റ്റുഡൻ്റാണ്. അവന് പൊതുവെ അങ്ങനെ ആയിരുന്നില്ല ഞങ്ങളോട്. പക്ഷെ പെട്ടെന്ന് അവൻ വന്നിട്ട് എൻ്റെ ചെവിയിൽ വന്ന് മറ്റധ്യാപകരോട് നല്ല നിലയിൽ സംസാരിച്ച് എന്നോട് വന്നിട്ട് പറഞ്ഞു കൊന്നുകളയും, തട്ടിക്കളയും. പിന്നെ അവസാനം അവൻ പറഞ്ഞു ഞങ്ങൾ പെരുമ്പാവൂരുകാരെ നിനക്ക് അറിയില്ല മുസ്ലിങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ 5 നേരം നിസ്കരിക്കുന്ന മുസ്ലിം അല്ലേ, അപ്പം നമ്മൾ തമ്മിൽ എന്തിനാ ഈ ഒരു പ്രശ്നം? അങ്ങനെ ആ ഒരു പ്രശ്നത്തിൽ അവൻ്റെ പ്രശ്നം ബിലാലിനെ സസ്പെൻഡ് ചെയ്തത് ഞാൻ അന്ന് സത്യത്തിൽ ക്യാമ്പസിലില്ല. അത് ടീച്ചർ എസ്കോർട്ട് പോയ ടീച്ചർ കൊടുത്ത പരാതിക്കനുസരിച്ച് അവനെ സസ്പെൻഡ് ചെയ്തതാണ്. എന്നിട്ട് ഞാൻ ഇവനെ സഹിക്കാൻ വയ്യ, എനിക്ക് സംസാരിക്കാൻ സമയമില്ല, നിന്നോട് പറ്റില്ല എന്നും പറഞ്ഞിട്ട് ഞാൻ പുറത്തുപോയി. ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞിരുന്നു ഡിപ്പാർട്ട്മെൻറ്റിൽ അതിക്രമിച്ച് കയറിയവർ അവർക്ക് നടപടിയെടുക്കണമെന്ന് സംയുക്തമായി പറഞ്ഞ കൂട്ടത്തിലൊരാളാണ് ഞാൻ.